അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. പെട്ടെന്ന് ഈ ആൾക്കൂട്ടം കണ്ടപ്പോൾ ഓർമ്മ വന്ന ഒരു തമാശ. ഇനി പറ, ഞാൻ കേക്കട്ടെ. കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ചു, കോളേജിൽ പഠിക്കുന്ന കാലത്തോ എപ്പോഴെങ്കിലും മറ്റേതെങ്കിലും കുട്ടികളുമായിട്ട് പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പം നമ്മൾ ഈ ആണുങ്ങൾ ബുദ്ധിയില്ലാത്തവര് ഇതൊക്കെ തുറന്നു പറയും. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി ചേട്ടാ. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂല്ല. അങ്ങനെ ഈ വിവരം കെട്ട ഞാൻ അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. സമ്മതിച്ചുണ്ടായിരുന്നു, എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോടാ? സത്യം ഉള്ളത് തന്നെയാ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഷാരടി കുട്ടി, ഷാരടി കുട്ടിയുടെ അടുത്ത് എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ ഷാരടിക്ക് തിരിച്ച് എന്നോട് ഇഷ്ടമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷമായി. നിനക്കിത് വേണം. 2 വർഷം ഞാൻ ഷാരടിയുടെ പുറകെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഈ ഷാരടി കുട്ടി എന്നെ തിരിഞ്ഞു നോക്കില്ല. ഇൻട്രസ്റ്റ് പറയണം, എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. ഇഷ്ടമല്ല അങ്ങനെ പറയരുത്. ബാക്കി എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ കൂടെ വരുന്നവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ മുഖത്ത് മാത്രം നോക്കില്ല. ഇങ്ങനെ വേണം പെൺകുട്ടികള്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാരണം എൻ്റെ അടുത്ത് മാത്രം സംസാരിക്കുന്ന പോലും ഇല്ല തിരിഞ്ഞ്. മനസ്സിലായി, എന്ത് മനസ്സിലായി? നിനക്ക് വട്ടിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ 2 വർഷം കോളേജിൻ്റെ കാലാവധി കഴിഞ്ഞ് അവസാനം ഇതേപോലെ ആയിരക്കണക്കിന് ആളുകളിരിക്കുന്ന ലാസ്റ്റ് വേദിയിൽ, കലോത്സവം നടക്കുന്ന വേദിയിൽ ആ ഷാരടിക്കുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഇല്ലേ? സമ്മതിച്ചിരിക്കുന്നു, ഇവിടെ പറഞ്ഞിട്ട് പോ. ഭരതനാട്യത്തിൽ വലിയ ഡാൻസറാണ് ഷാരടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് NCCയുടെ കുട്ടികളാണ് സാധാരണ കട്ടം വലിക്കാനായിട്ട് ഇവിടെ ഇരിക്കാറ്. അപ്പോൾ അവരിൽ ഒരാളോട് ചോദിച്ചു, ഇന്ന് കട്ടൻ ഞാൻ വലിച്ചോട്ടെ, കാരണം അവിടെയെങ്കിലും നേരിട്ടൊന്ന് ഷാരടിയായിട്ടൊരു കണക്ഷൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ശരിക്കും സത്യമാണോ അണ്ണാ? തെളിയിക്കപ്പെട്ട സത്യം, അവിശ്വസിക്കുന്നതേ പാപം. അങ്ങനെ കട്ടൻ വലിക്കാനായിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഷാരടി ഡാൻസ് തുടങ്ങി. ഞാൻ പൊക്കുന്നു. ആ ഡാൻസ് കഴിയുന്നത് വരെ ഒന്ന് തിരിഞ്ഞെൻ്റെ മുഖത്ത് പോലും ആ കുട്ടി നോക്കിയില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അതിലുള്ള ദേഷ്യവും സങ്കടവും സഹിക്കവയ്യാതെ ആ കർട്ടൻ ജീവിതകാലത്ത് ഒരു മനുഷ്യനെ കൊണ്ട് അഴിക്കാൻ വയ്യാത്ത രീതിയിൽ ഞാൻ അവിടെ ഇരുന്നൊരു കെട്ടിട്ടു. ഇതൊക്കെ എന്ത് ദ്രോഹാടോ? എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. ഷാരടി ഡാൻസ് കഴിഞ്ഞു. അപ്പോൾ ഡാൻസ് കഴിഞ്ഞ് ഭരതനാട്യത്തിൻ്റെ ഇങ്ങനൊരു പോസിലാണ് ഷാരടി നിന്നത്, ഒറ്റക്കാലിൽ. കട്ടനിടുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കട്ടനിടാൻ വേണ്ടി ഷാരടി ഇങ്ങനെ നിൽക്കുക. കേൾക്കാൻ നല്ല രസമുണ്ട്. എവിടെ കട്ടനിടാൻ? 15 മിനിറ്റ് കൂടെ, 1/2 മണിക്കൂറാവും വിചാരിച്ചാൽ കട്ടനിടാൻ പറ്റില്ല. ഇതൊക്കെ മോശട്ടോ. എന്റെ അവസാനത്തെ ആഗ്രഹം ഇത്. അങ്ങനെ അവസാനം ഞാൻ വിചാരിച്ച് ഷാരടി തൊഴുതിട്ട് പോകുന്ന ഈ വിവരം കെട്ട പെണ്ണ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ ചാടി 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 അവസാനം വരെ പോയി. ചിരിക്കണം. എന്താ? ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. ഈ ഒറ്റക്കാലില് അങ്ങനെ കോളേജിൽ അടുത്ത ദിവസം ഈ കുട്ടിയെ വരുന്നവർ മുഴുവൻ ഒറ്റക്കാലിൽ ഇങ്ങനെ നിന്ന് കളിയാക്കി കൂവാൻ തുടങ്ങി. അന്നത്തെ സംഭവത്തിന് ശേഷം കാട്ടിക്കൂട്ടിയ കഴിവേറുതരത്തിന് കയ്യും കണക്കൂല. കോളേജ് വിട്ട് പഠിത്തം പരീക്ഷയ്ക്ക് മുമ്പ് അവസാനിപ്പിച്ചവർ പോവുകയും ചെയ്തു. പിന്നെ ഞാൻ ഷാരടി കുട്ടിയെ കണ്ടിട്ടില്ല. ഞാനേ വലിയൊരു സത്യം അങ്ങ് തുറന്നു പറയാൻ പോവാ. അങ്ങനെ സിനിമയിലെത്തിയ ശേഷം ബോംബെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇതേപോലെ 10,000-കണക്കിന് ജനങ്ങൾ കൂടുന്ന ഒരു വലിയ ചടങ്ങിലേക്ക്, ഓണാഘോഷ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു വരുത്തി. പണ്ട് അങ്ങനെ നേച്ചർ അങ്ങനെയാണ്. പണ്ട് ഇപ്പം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഒരു 1000 പേരുണ്ടെങ്കിൽ പുള്ളി പറയും 10,000 പേരുണ്ടായിരുന്നു. എന്താ ഉറക്കം വരുന്നു? ഒരക്ഷരം പോലും തെറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ എന്നെ വളരെ ഇതായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഭക്ഷണം വീട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കഴിച്ചിട്ടേ പോവാം. ഞാൻ പറഞ്ഞു, പിന്നെന്താ ആവാല്ലോ. ഹെവനല്ലേ? കാണും. ഇങ്ങനെ ഒരു കള്ളൻ, കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. ചെന്നപ്പോൾ ഭക്ഷണം വിളമ്പാനായിരിക്കുന്നു സാക്ഷാൽ ഷാരടി. എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നടന്നുണ്ട്. ഇയാളുടെ ഭാര്യ. എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇനി വിഷം കലക്കി തന്നെ എന്നെ കൊല്ലാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. എന്റെ വിശ്വാസം വരണില്ലേ? എന്റെ മുടിപ്പര അമ്മച്ചിയാണ് താനീ കേട്ട എല്ലാം സത്യമാണ്. എന്നിട്ട്
അങ്ങനെ അപ്പോൾ സംഘാടകൻ തന്നെ പറഞ്ഞു, എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് പഴയ കഥകളൊക്കെ എന്ന് പറഞ്ഞ് ചിരിച്ച് അന്ന് ഒരുപാട് ചിരിക്കുകയുണ്ടായി. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? എന്താ നുണയാണോ? അല്ല, അതിപ്പോ പറഞ്ഞു തുടങ്ങിയാൽ വളരെ വളരെ പറയേണ്ടി വരും എന്ന് പറഞ്ഞ് ഇപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്. അതാണ് അന്ന് എനിക്ക് പറ്റിയ അബദ്ധം. ഗുഡ് ഐഡിയ. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. ഈ ശാരടിയുടെ കഥ ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ കേൾക്കുന്നത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കണ്ണൻ എൻ്റെ അടുത്ത് ഇരുന്ന് ചോദിച്ചു, ഇത് സത്യമാണോ അമ്മന്ന്. എന്തൊരു മണ്ടൻ കഥ അയാൾ പറഞ്ഞത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്തേ പറയൂ. ഞാൻ പറഞ്ഞു, ഞാനിത് ആദ്യമായിട്ടാ കേൾക്കുന്നെന്ന്. എന്തൊക്കെ കഥയാണ് അടിച്ചിറക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. അപ്പൊ എന്തായാലും നല്ലൊരു കഥ നിങ്ങൾ കേട്ടു, എൻജോയ് ചെയ്തു. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത്രേ ഒരു നല്ല കൂട്ടായ്മ കാണാൻ പറ്റിയില്ല. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.